ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സിനിമ റിവ്യൂവിലേക്കാണ്. നമ്മൾ പോകുന്നത് മലയാള സിനിമയായ പണിയിലേക്കാണ്. പണി റിലീസായിട്ട് കുറച്ച് നാളായി, ഇപ്പോഴാണ് സ്ട്രീമിങ്ങിന് പണം വന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോജു ജോർജിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ജോജു ജോർജാണ് ഇതിൻ്റെ റൈറ്ററും, അദ്ദേഹം പടത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് പോകണമെങ്കിൽ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ഗാങ് സ്റ്റോറിയാണ് ഈ പടം പറയുന്നത്. തൃശ്ശൂരിലെ വലിയ ഗുണ്ടാ ടീമുകളായ ആൾക്കാരാണ് ജോജുവും ഡേവിഡ് കുര്യനും ഒക്കെ പ്ലേ ചെയ്യുന്ന ഒരു മൂന്ന്, പ്രശാന്തൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു 3-4 ഗ്രൂപ്പ്. അവരെ ഇടയിലേക്ക് വന്നു കയറുന്ന 2 ചെക്കന്മാർ. അപ്പോൾ ഇവർ വലിയ ഗാങ് സ്റ്റോറി എന്നുള്ള ആൾക്കാരല്ല. ആ 2 റോൾ പേര് സാഗർ സൂര്യയും ജുനൈസുമാണ്. ബിഗ് ബോസ് ഫാൻസാണ്. സാഗർ സൂര്യ തട്ടിയും മുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന 2 പേര് ഇവരെങ്ങനെ കൊമ്പ് കോർക്കുന്നു, എങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ സിനിമയുടെ ഒരു ഡീറ്റെയിലേക്ക് ഒരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ 2 ഹാഫും ഞാൻ പിന്നെ തിയേറ്ററിലല്ല കണ്ടതെങ്കിൽ കൂടിയും നല്ല എൻഗേജിങ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്കൊരു യൂഷ്വൽ സ്റ്റോറി ലൈനാണെങ്കിൽ കൂടിയും എന്താ പറയുക, ഒരു ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒത്തിരി ക്യാരക്ടേഴ്സ്, നല്ല കാസ്റ്റിംഗാണ്. അത് കാസ്റ്റിംഗ് നമ്മൾ എടുത്തു പറയേണ്ട കാസ്റ്റിംഗാണ്. എല്ലാ ക്യാരക്ടേഴ്സിനെയും പെർഫെക്റ്റായിട്ടാണ് ജോജു കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീൽ നമുക്ക് സിനിമയിൽ ഉടനീളം കിട്ടുന്നുണ്ട്. അതിൻ്റെ BGM ആയാലും മേക്കിംഗ് ഒക്കെ ആയാലും നീറ്റാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും തൃശ്ശൂർ നഗരത്തിൻ്റെ റൗണ്ടിൻ്റെ സൈഡിലൊക്കെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്തെന്ന് അറിയത്തില്ല. കാര്യം ഈ കൺസിസ്റ്റൻ്റ്ലി കുറേ നാൾ ഷൂട്ട് ചെയ്യുമ്പോഴേ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെജോറിറ്റി ഓഫ് ദി സീൻസ് വരുന്നത്, ആ ഫസ്റ്റ് ഹാഫിലേക്ക് സീൻസ് വരുന്നത് ആ ഏരിയ വെച്ചിട്ടാണ്. പക്ഷെ അതെല്ലാം നീറ്റായിട്ട് പിന്നെ ജോജു ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ജോജു നല്ലവണ്ണം വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ സിനിമയിൽ വില്ലന്മാർ, ഈ സാഗർ സൂര്യയും ജുനൈസും പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ എന്തുമാത്രം ക്രൂരന്മാരാക്കാൻ പറ്റുമോ അത്രയും മാത്രം ക്രൂരന്മാരാക്കിയിട്ടുണ്ട്. കാര്യം ജനറലി ഒരു സിനിമയുടെ ലൈൻ അതാണ്, വില്ലൻ എത്രമാത്രം വേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും വേസ്റ്റ് ആക്കിയതിന് ശേഷം വേണം നായകൻ്റെ പവർ കാണിക്കാനായിട്ട്. അപ്പോഴും നായകനൊരു എടുപ്പ് വരുള്ളൂ. ആ ഒരു ലോജിക്ക്, ആ ഒരു തിങ്കിങ് ജോജു ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും. പല സ്ഥലത്തും നമുക്ക് കുറച്ച് വയലൻ്റ് ആയിട്ടൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിലും അത് ആ ക്യാരക്ടേഴ്സിനെ ഒരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നല്ല രീതിയിൽ ഇതിൻ്റെ ഡിറക്ഷനും ഇതിൻ്റെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ആക്ടിങ് ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് കാസ്റ്റാണ് ഈ പടത്തിൻ്റെ അകത്ത്. ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ല പെർഫോമൻസാണ്. ഇപ്പോൾ ലീഡിങ് ആക്ട്രസ്സായിട്ട് വരുന്ന അഭിനയ ആയാലും ശരി, സാഗർ സൂര്യ, ജുനൈസ്, അവർ ഒരു രക്ഷയില്ല. 2 പേരും നിറഞ്ഞാടിയിരിക്കുകയാണ് ഈ സിനിമയിൽ. ഒരു പ്രത്യേക ആംഗിളുള്ള ഒരു ക്യാരക്ടർ ടൈപ്പൊക്കെയാണ്. അത് വളരെ നല്ല രീതിയിൽ 2 പേരും ആ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്തിട്ടുണ്ട്. ജോജുവിൻ്റെ ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ ജോജുവിൻ്റെ ഒരു റിലേറ്റീവായിട്ട് വരുന്ന ക്യാരക്ടറിനകത്ത് ബോബി കുര്യൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഡേവി എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീരം പെർഫോമൻസാണ് പുള്ളിയുടെ. പുള്ളി ആദ്യമൊക്കെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ശരിക്കും ഒരു ലോക്കൽ ഗുണ്ടാ നേതാവാണ് എന്നേ കരുതത്തുള്ളൂ. കാരണം പുള്ളിയുടെ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും എല്ലാം തന്നെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു മെയിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന, സിറ്റി കമ്മീഷണറായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വളരെ നല്ലതാണ്. കുറച്ച് സീൻസിലേ ഉള്ളൂവെങ്കിലും ആ ക്യാരക്ടേഴ്സിന് നല്ല ഫിറ്റാകുന്ന രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് പണി. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വയലൻ്റാണ്, ഗ്രാഫിക്കാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ ജോർജ് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കയ്യടി അർഹിക്കുന്നുണ്ട്. ഒരു എൻഗേജിങ് ആയിട്ട് നല്ലൊരു സിനിമ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമും അദ്ദേഹത്തിൻ്റെ ഷോട്ട് മേക്കിങ്ങും എല്ലാം നല്ല ഒരു സീസൺഡ് ആയിട്ടുള്ള ഡയറക്ടർ അദ്ദേഹത്തിലുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന പോലെയാണ്. കൂടുതൽ സിനിമകൾ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ എന്തായാലും പണി തീർച്ചയായിട്ടും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സ്ട്രീമിങ്ങിന് അവൈലബിൾ ആണ്. കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്കായിട്ട് പറയുക. ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.